ദൃശ്യങ്ങളിലേക്ക് ഇതാണ് അബ്ദുൾ റഹീം ഇപ്പോൾ കരിപ്പൂർ വിമാനത്താവളത്തിലെത്തി ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കി ജന്മനാട്ടിലേക്ക് തിരികെ വരുന്ന ആ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. മനോഹരമായ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. 20 വർഷത്തിനു ശേഷം സ്വന്തം ജന്മനാട്ടിലെ ആ മണ്ണിലേക്ക് അബ്ദുൾ റഹീം വന്നെത്തുകയാണ്. സ്വന്തം നാടിന്റെ കാലാവസ്ഥയിലേക്ക് ഇന്നിപ്പോൾ തണുത്തുറഞ്ഞു നിൽക്കുന്ന കാലാവസ്ഥയിലേക്കാണ്. 20 വർഷം സൗദി ജയിലിലായിരുന്നു അബ്ദുൾ റഹീം. 2006 ഡിസംബർ 24-ാം തീയതി നടന്ന ഒരു കയ്യബദ്ധം, അതിനെ തുടർന്ന് 15 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ ജീവൻ നഷ്ടമാവുന്ന ഒരു സാഹചര്യം. പക്ഷേ അതിൽ പരമാവധി ബാധിച്ചിട്ടും സൗദിയിലെ നിയമങ്ങൾ വളരെ കർക്കശമുള്ള നിയമങ്ങളായതുകൊണ്ട് തന്നെ പുറത്തു വരാൻ സാധിച്ചില്ല. ഒടുവിലിതാ അബ്ദുൾ റഹീം മോചിതനാകുന്നു. അബ്ദുൾ റഹീമിന്റെ വരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു, ഉമ്മ കാത്തിരിക്കുന്നു, ഒരു നാട് മുഴുവൻ കാത്തിരിക്കുകയാണ്. ഒരു നാട് മുഴുവൻ ഒരുമിച്ച് 34 കോടി രൂപ സമാഹരിച്ച് ദിയാധനമായി നൽകിയ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇമിഗ്രേഷൻ പ്രോസസ് എല്ലാം പൂർത്തിയാക്കി ആ മകൻ തിരികെ വരികയാണ്. ഉമ്മയുടെ കരവലയത്തിലേക്ക് ഒതുങ്ങാൻ അല്പസമയത്തിനുള്ളിൽ അബ്ദുൾ റഹീം ജന്മനാട്ടിലേക്ക് തിരികെ എത്തും. അതിനുള്ള ഒരുക്കങ്ങൾ എല്ലാം നാട്ടിലുമുണ്ട്. ശരത്തും നമ്മുടെ റിപ്പോർട്ടർ പ്രതിനിധിയും ഇപ്പോൾ വീട്ടിലുണ്ട്. VS രഞ്ജിത്ത് ഇപ്പോൾ വിമാനത്താവളത്തിലുണ്ട്. VS രഞ്ജിത്ത്, കൂടിക്കാഴ്ചയ്ക്ക് ഇനി നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്ക് ആ ഫ്രെയിമിലേക്ക് പോയാൽ അല്പസമയത്തിനുള്ളിൽ നമ്മളുടെ അബ്ദുൾ റഹീം നമ്മുടെ ക്യാമറ ഫ്രെയിമിലേക്ക് വന്നു കയറും, നാട്ടിലേക്ക് ഇറങ്ങും. നാടിൻ്റെ ഈ സ്വന്തം നാടിലേക്ക്, ആ മണ്ണിലേക്ക് കാൽകുത്തുകയാണ്, ആ കാലാവസ്ഥയിലേക്ക് വരികയാണ്. 20 വർഷം സൗദി ജയിലിൽ കഴിഞ്ഞ മനുഷ്യരാണ് നാടിൻ്റെ ആ പച്ചപ്പിലേക്ക് വന്നിറങ്ങാൻ പോകുന്നത്, നാടിൻ്റെ ഈ തണുപ്പിലേക്ക് വന്നിറങ്ങാൻ പോകുന്നത്. VS രഞ്ജിത്ത്, പ്രിയപ്പെട്ടവരെ, ആ ഫ്രെയിം പ്രേക്ഷകർ കാണുന്നു. റിപ്പോർട്ടറിലൂടെ ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ ഓൺ വിഷ്വൽ. കണ്ണീരണിഞ്ഞുകൊണ്ടാണ് അബ്ദുൾ റഹീമിന്റെ വരവ്. കണ്ണീരണിഞ്ഞുകൊണ്ടാണ് അബ്ദുൾ റഹീമിന്റെ വരവ് സ്വന്തം നാട്ടിലേക്ക്, കേരളത്തിലേക്ക്, മലയാളിയുടെ ഇടത്തിലേക്ക്, ആഗോള മലയാളിയുടെ സ്നേഹവലയത്തിൽ. ഇതാ പ്രിയപ്പെട്ട അബ്ദുൾ റഹീം കൊച്ചിയിലേക്ക് എത്തുന്നു. ഈ തണുത്തു പെയ്യുന്ന മഴയിൽ ഈ മനസ്സിനെ കുളിർപ്പിക്കുന്ന കാഴ്ച പ്രേക്ഷകർക്ക് കാണാം. ബോച്ചയെ കണ്ടു, എല്ലാവർക്കും കൈവീശി അഭിവാദ്യം അർപ്പിക്കുകയാണ് അബ്ദുൾ റഹീം. അബ്ദുൾ റഹീം തിരികെ നാട്ടിലേക്ക് മടങ്ങിയിട്ടിരിക്കുന്നു. തിരികെ നാടിന്റെ പച്ചപ്പിലേക്ക്, സ്നേഹത്തിന്റെ പച്ചപ്പിലേക്ക്, മലയാളിയുടെ സ്നേഹത്തിന്റെ തണുപ്പിലേക്ക് പ്രിയപ്പെട്ട അബ്ദുൾ റഹീം എത്തുന്നു. ഇപ്പോൾ സമീർ MLA കൂടി നിലവിലുണ്ട്. പ്രേക്ഷകർക്ക് കാണാം ദൃശ്യങ്ങളിൽ. തന്നെ കാത്തിരിക്കുന്ന മലയാളികളുടെ സ്നേഹത്തിലേക്ക് അബ്ദുൾ റഹീം ഇതാ പറന്നിറങ്ങിയിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വൈകാരികമായ നിമിഷമാണ്. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. വലിയ സന്തോഷമാണ്. കാരണം വലിയ ഒരു ശ്രമം, മലയാളികളുടെ മുഴുവൻ വലിയ ശ്രമമാണ് ഇപ്പൊ പരിസമാപ്തിയിലെത്തി. അബ്ദുൾ റഹീമിന്റെ പ്രതികരണം, ആ ശബ്ദം കേൾക്കാം. ഈ ഒരു നിമിഷം നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ ജീവിതത്തിൽ? 20 വർഷം മുമ്പ് ജയിലിലേക്ക് പോകുന്ന നിമിഷം. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. വലിയൊരു 20 വർഷമാണ് റഹീം പിന്നിട്ടത്. ഒന്ന് വഴി 20 വർഷം സൗദി ജയിലിലായിരുന്ന റഹീം. പ്രതികരണം, കണ്ണീരണിഞ്ഞ് അബ്ദുൾ റഹീം സ്വന്തം ഉമ്മയുടെ കരവലയത്തിലേക്ക് ചെന്ന് കയറാൻ പോകുന്നു. ഒരു നാട്ടുകാരുടെ ഒക്കെ സ്നേഹാഭിവാദ്യങ്ങളുടെ നടുവിലേക്കാണ് പ്രിയപ്പെട്ട അബ്ദുൾ റഹീം എത്തിച്ചേർന്നിരിക്കുന്നത്. ഉമ്മയുടെ അടുത്തേക്ക് വലിയ പെരുന്നാൾ സമ്മാനമായി അബ്ദുൾ റഹീം തിരികെ നാടിന്റെ സ്നേഹത്തിലേക്ക് എത്തിയിരിക്കുന്നു. എല്ലാവർക്കും നന്ദി എന്നാണ് ഇപ്പോൾ പ്രതികരണം. ബാക്കിയെല്ലാം വീട്ടിലെത്തി പ്രതികരിക്കാം എന്ന് പറയുന്നു. വാക്കുകൾ കിട്ടുന്നില്ല എന്നുള്ളതാണ്. എല്ലാവരുടെയും എല്ലാവർക്കും ഈദ് മുബാറക്ക് നേരുന്നു. കാത്തിരിക്കുകയാണ് റഹീം. ഇന്നലെ ഉമ്മയോട് സംസാരിച്ചപ്പോ റഹീമിനെ കണ്ടിട്ട് വേണം പെരുന്നാൾ ആഘോഷിക്കാൻ പറയും. എന്താ പറയാനുള്ള റഹീം? എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. സഹായിച്ചവർക്കും എല്ലാവർക്കും. ഈദ് മുബാറക് പറഞ്ഞിരിക്കുന്നു പ്രിയപ്പെട്ട അബ്ദുൾ റഹീം. അബ്ദുൾ റഹീം
എല്ലാവർക്കും കണ്ണീരിണിഞ്ഞൊരു നാടിന്റെ സ്നേഹവലയത്തിലേക്ക് അബ്ദുൾ റഹീം വന്നിറങ്ങുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പ്രകൃതി പോലും കണ്ണീർ വാർത്തു നിൽക്കുന്ന നിമിഷത്തിലാണ് അബ്ദുൾ റഹീം ഇപ്പോൾ തിരികെ എത്തിയിരിക്കുന്നത്. ഒരു ഉമ്മയുടെ 20 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമാവുന്നു. ഒരു നാട് മുഴുവൻ ഒരുമിച്ച് നിന്ന് അസാധ്യമെന്ന് തോന്നി 34 കോടി രൂപ ദിയാധനമായി നൽകി അബ്ദുൾ റഹീം സൗദി ജയിലിൽ നിന്ന് മോചിതനായി നാട്ടിലേക്ക് വന്നിറങ്ങുന്നു. നാടിന്റെ പച്ചപ്പിലേക്കും സ്നേഹത്തിന്റെ തണുപ്പിലേക്കും അബ്ദുൾ റഹീം വന്നിറങ്ങുകയാണ്. അബ്ദുൾ റഹീം വന്നിറങ്ങുമ്പോൾ പ്രകൃതിയിൽ കാലവർഷത്തിന്റെ തുടക്കമാണ്. അതൊരു നാടിന്റെ കാത്തിരിപ്പ് കൂടിയായിരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെ ആ കാത്തിരിപ്പിന് വിരാമമാവുന്നു. ഇനി നമ്മൾ വീട്ടിലേക്ക് കൂടി പോകാം. വീട്ടിലും ഈ കാഴ്ചകൾ ടെലിവിഷൻ സ്ക്രീനിലൂടെ ഉമ്മ കണ്ടുകൊണ്ടിരിപ്പുണ്ട്. മകൻ വന്നിറങ്ങുന്ന കാഴ്ച, കണ്ണീർ തുടച്ച മകൻ വന്നിറങ്ങുന്ന ആ മനോഹരമായ കാഴ്ച എത്രയോ വർഷങ്ങൾക്ക് ശേഷമല്ലേ, 2 പതിറ്റാണ്ടിന് ശേഷം അബ്ദുൾ റഹീമിന്റെ ആ ഫ്രെയിം നിറഞ്ഞ മനസ്സോടുകൂടി ഉമ്മ കണ്ടിട്ടുണ്ടാവും. വീഡിയോ കോളിൽ ചെറിയ ബോക്സിലാണ് ഇതുവരെയും അബ്ദുൾ റഹീമിനെ കാണുകയും കേൾക്കുകയും ചെയ്തതെങ്കിൽ ഇതാ അബ്ദുൾ റഹീം തിരികെ നാട്ടിലേക്ക് മടങ്ങുന്നു. സ്നേഹാഭിവാദ്യങ്ങളുടെ ഇടയിലേക്കാണ് വന്നിറങ്ങുന്നത്. നിറഞ്ഞ മനസ്സോടുകൂടി അബ്ദുൾ റഹീമിനെ അവിടെ പ്രവർത്തകർ സ്നേഹിക്കുന്നു. ഇപ്പോൾ നാട്ടിലുള്ള മനുഷ്യര്, അബ്ദുൾ റഹീമിനെ തിരികെ നാട്ടിലെത്തിക്കാൻ ശ്രമിച്ച മനുഷ്യര് ഒരുമിച്ച് ആ കാഴ്ച കാണുന്നതാണ്. PS രഞ്ജിത്തുണ്ട്, ഒപ്പം തന്നെ നമുക്കൊപ്പം ശരത്തുണ്ട്. പുറപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു നാടിന്റെ സ്നേഹത്തിലേക്ക് അല്പനിമിഷത്തിനുള്ളിൽ അബ്ദുൾ റഹീം വന്നിറങ്ങും. ആ നാട്ടുകാർ സ്നേഹത്തോടെ കാത്തിരിക്കുന്നു. സഹോദരൻ കാത്തിരിക്കുന്നു, ബന്ധുക്കൾ കാത്തിരിക്കുന്നു, നാട്ടുകാർ കാത്തിരിക്കുന്നു, ഉമ്മ കാത്തിരിക്കുന്നു. ഇനി അല്പസമയത്തിനുള്ളിൽ നാടിന്റെ സ്നേഹവലയത്തിലേക്ക് പ്രിയപ്പെട്ട അബ്ദുൾ റഹീം വന്നിറങ്ങും. ആ കാഴ്ചകൾക്കായി നാട് കാത്തിരിക്കുകയാണ്. 2 പതിറ്റാണ്ട് നീണ്ട ഒരു നാടിന്റെ കാത്തിരിപ്പ്, 2 പതിറ്റാണ്ട് നീണ്ട ഒരു ഉമ്മയുടെ കാത്തിരിപ്പ്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു, ഏതൊരുമ്മയും ഏതൊരമ്മയും കാത്തിരിക്കുന്ന ആദ്യത്തെ 9 മാസത്തിന്റെ കാത്തിരിപ്പ് കഴിഞ്ഞാൽ ഒരു ഉമ്മയും ഇത്രയും നീണ്ട കാത്തിരിപ്പ് അനുഭവിച്ചിട്ടുണ്ടാവില്ല. തന്റേതല്ലാത്ത കാരണത്താൽ ഒരു കൈയബദ്ധം കൊണ്ടൊരു കുഞ്ഞിന് വൈദ്യോപകരണത്തിന്റെ ഒരു ഭാഗം, ഒരു മെഷീന്റെ ഒരു കേബിൾ ഒന്ന് സ്ഥാനചലനം സംഭവിച്ചപ്പോൾ നഷ്ടപ്പെട്ടു പോയ ജീവിതം തിരിച്ചുപിടിക്കാൻ പരമാവധി അബ്ദുൾ റഹീമും സുഹൃത്തും ശ്രമിച്ചെങ്കിലും ആ ജീവൻ തിരിച്ചുപിടിക്കാൻ സാധിച്ചില്ല. താൻ അറിയാതെ ചെയ്തു പോയ ഒരു കുറ്റത്തിന് 20 വർഷം ജയിലിൽ കിടക്കേണ്ടി വന്ന അബ്ദുൾ റഹീം ഇപ്പോൾ ഇതാ തിരികെ ഉമ്മയുടെ അടുത്തേക്ക് മടങ്ങുകയാണ്. VS രഞ്ജിത്തുണ്ട്. VS രഞ്ജിത്ത്, അത്രമേൽ വൈകാരികമായിരുന്നു ആ മടങ്ങി വരവല്ലേ? തീർച്ചയായിട്ടും ഇതാ എന്റെ ഫ്രെയിമിൽ ഇപ്പോൾ ഈ എയർപോർട്ടിന്റെ കവാടത്തിന് പുറത്തേക്ക് റഹീമിന്റെ വാഹനം കിടക്കുന്നു. റഹീം നമുക്ക് കൈവീശുന്നുണ്ട്. റഹീമിനൊപ്പം PMA സമീർ MLA ആണ്. അഷ്റഫ് വെങ്ങാട്ടിനെ പോലുള്ള അവിടുത്തെ സമരസമിതിയുടെ നേതാക്കന്മാരുണ്ട്. ഏതായാലും ഇപ്പോൾ നേരെ പോകുന്നത് ഫറോക്കിലേക്കാണ്. ഫറോക്ക് പേട്ടയിൽ അവിടെ ഒരു സ്വീകരണം പോലെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. തുറന്ന വാഹനത്തിലായിരിക്കും പേട്ടയിൽ നിന്ന് റഹീം വീട്ടിലേക്ക് പോവുക. വീട്ടിൽ ബന്ധുക്കളുണ്ട്, കുടുംബക്കാരുണ്ട്. ഏറ്റവും ഉപരി ആ ഉമ്മ കാത്തിരിക്കുന്നുണ്ട്. അതിനു പുറമെ അവിടെ നാട്ടുകാർ കാത്തിരിക്കുന്നുണ്ട്. ഈ വലിയ പെരുന്നാൾ ദിനത്തിൽ ആ നാടിന്റെ വലിയ സന്തോഷമായി റഹീം മാറുകയാണ്. റഹീം ഇപ്പോൾ നിറഞ്ഞ കണ്ണുകളോടുകൂടി ഇപ്പോഴും നമുക്ക് നമ്മുടെ ക്യാമറയിൽ കൈവീശി കാണിക്കുന്നുണ്ട്. അദ്ദേഹം സ്വാഭാവികമായിട്ടും ഈ ഒരു വരവ് ആ നാട് പ്രതീക്ഷിച്ചതാണ്, ആ ഉമ്മ പ്രതീക്ഷിച്ചതാണ്. 20 വർഷത്തെ കാത്തിരിപ്പുണ്ട് ആ ഉമ്മയ്ക്ക്. സ്വാഭാവികമായിട്ടും ആ കാത്തിരിപ്പിനൊടുവിൽ എത്തുകയാണ് റഹീം എന്നുള്ളതാണ്. ഇപ്പോൾ കരിപ്പൂർ വിമാനത്താവളത്തിന് പുറത്തു കടന്ന് PMA സമീർ MLA വാഹനത്തിൽ അദ്ദേഹം കാത്തിരിക്കുന്നു. പിറകിലെ വാഹനത്തിൽ ബോച്ചയുണ്ട്, സമര സഹായ സമിതിയുടെ മറ്റ് ആളുകളുണ്ട്. ഇവരെല്ലാം കാത്തിരിക്കുന്നത് ഈ റഹീം ഇപ്പോൾ വീട്ടിലേക്ക് എത്തുക, ഉമ്മയെ കാണുക എന്നുള്ളതാണ്. ഉമ്മയെ